ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സാന്നിധ്യം ചേർന്നാൽ മതി. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കാണാൻ കേടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ ഞാൻ നോക്കിയിടുന്നു. കർത്താവേ വിശ്വാസപോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. കർത്താവേ വിശ്വാസപോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേ ഹത്തിൻകാഹേള നാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാക്കേണമേ. ആകാശമേഘത്തിൻ കാഹേള നാദത്തിൽ അടിയാനും നീ മുൻപിൽ കാക്കേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസക്കാരനായ നോക്കിയിടുമ്പോൾ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസക്കാരനായ നോക്കിയിടുമ്പോൾ. നല്ല പേർക്കുണ്ട തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു, മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിലത്രേ. മൂഢൻ്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢൻ്റെ ചിരി കലത്തിൻ്റെ കീഴെ കത്തുന്ന മുള്ളിൻ്റെ പൊടുപൊടുപ്പ് പോലെയാകുന്നു, അതും മായയത്രേ. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു, കൈക്കൂലി ഹൃദയത്തെ കെടുത്ത് കളയുന്നു. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ഗർവമാനസനേക്കാൾ ശ്രമാമാനസൻ ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നതിൻ്റെ കാരണം എന്ത് എന്ന് നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്. സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിൻ്റെ വിശേഷത. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നോക്കുക, അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കുക, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തൻ്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതിരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ എൻ്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു. തൻ്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാനുണ്ട്, തൻ്റെ ദുഷ്ടതയിൽ ദീർഘായുസായിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കരുത്. നിന്നെ എന്തിനെ നീ നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്. കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം, അതിങ്കൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവയില്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഒരു പട്ടണത്തിൽ 10 ബലാശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ഒരു ജ്ഞാനിക്ക് അധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിന് നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്ന നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. ഇതൊക്കെയും ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ അതെനിക്ക് ദൂരമായിരുന്നു.
ഉള്ളത് ദൂരവും അത്യഗാധവുമായിരുന്നു. അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ തിരിഞ്ഞറിയുവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത ഭോഷത്വമെന്നും മൂഢത ഭ്രാന്തുവെന്നും ഗ്രഹിപ്പാനും മനസ്സ് വെച്ചു. മരണത്തേക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഹൃദയത്തിൽ കെണികളും വലകളും കയ്യിൽ പാശങ്ങളുമുള്ള ഒരു സ്ത്രീയെ തന്നെ. ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും, പാപിയോ അവളാൽ പിടിപെടും. കാര്യം അറിയേണ്ടതിനെ ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഞാനിതാകുന്നു കണ്ടതെന്ന് സഭാപ്രസംഗി പറയുന്നു. ഞാൻ താല്പര്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടു കിട്ടാത്തത്. 1000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തിയെങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്ന അത്രേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു: ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ബാറയ്ക്കുമോ ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു, കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഈ ലോകത്തിൽ വന്നേശു എന്റെ മാലൊഴിപ്പാൻ സഹിച്ചു. ഈ ലോകത്തിൽ പാടുകൾ നിജമാരണവും കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു, കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. മോചന വീണ്ടും ജനനവും നീജാപേനിൽ വസിപ്പാൻ, മോചന വീണ്ടും ജനനവും നീജാപേനിൽ വസിപ്പാൻ, നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളോ, നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളോ, കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു, കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്നെ ചൊരിഞ്ഞു, അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്നെ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ
കൺമണി പോലെ കാക്കുന്നു നീ. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നാശമില്ലാത്തവ ആശവോ യേശുവേ ഭാഗ്യസാന്നിധിയോ. നാശമില്ലാത്തവ ആശവോ യേശുവേ ഭാഗ്യസാന്നിധിയോ. നീതിയിൽ വാട മൂടിയതോ തിന്മകൾക്കു സ്വർഗേ ലഭിക്കും. നീതിയിൽ വാട മൂടിയതോ നിന്മകൾക്കു സ്വർഗേ ലഭിക്കൂ. നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൽക്കുന്നതുമായ ലോകത്തിൽ കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരത്തിൽ ധരിക്കുന്നു. ഞങ്ങൾക്ക് മരണത്തിനപ്പുറത്തേക്കുള്ള പ്രത്യാശയും കാഴ്ചപ്പാടും നൽകണമേ. നിന്റെ സഹോദര നാട്ടിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. കാരണവനായ കർത്താവെ, മനസ്സിലുള്ള ദൈവമേ, സഹോദരിയുടെ മരണത്തെയും ഞങ്ങളെ പ്രത്യാശയും നിന്റെ ദാസിയുടെ മരണത്തിൻ്റെയും കുടുംബങ്ങൾക്കെല്ലാവർക്കും നിന്റെ കരുണയും ബഹുമാനത ആശിപ്പിക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ധനവും ഐശ്വര്യവും ഞങ്ങൾക്കും നൽകണമേ. കണ്ണുനീരിൻ്റെയും ഹൃദയങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. തീരാത്ത ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് തന്നെ കർത്താവെ എടുത്തു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് യോബിനെ പോലെ പറഞ്ഞു. ധൈര്യപ്പെടുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ ജീവിതം അവസാനിക്കും. മുന്നിൽ വരുന്നവർക്ക് ഓരോരുത്തരോടും പോകുവാൻ കൃപ ചെയ്യണമേ. ദുഃഖത്തിൻ്റെ ഈ സമയം ഞങ്ങൾക്ക് നിന്നോടുള്ള ബന്ധത്തിൽ ധൈര്യപ്പെടുത്തുവാൻ സഹായിക്കണമേ. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂതലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതേ അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അതേ വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുന്നവൻ വരാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം
ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ, യോഗ്യമാകുന്നു. കേശു മഹാരാജ സന്നിധിയിൽ ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനി കേശു മഹാരാജ സന്നിധിയിൽ ലോകവേനിക്കൊരു ശാശ്വതമില്ലെന്ന് സ്നേഹ നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. ലോകവേനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹ നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വർലോകനാടുകാർ കിഠേനയിൽ കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. സ്വർലോകനാടുകാർ കിഠേനയിൽ പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ. കർത്താവേ, നീ എന്റെ സങ്കേതമാകയ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. കർത്താവേ, നീ എന്റെ സങ്കേതമാകയ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. വിശ്വാസക്കപ്പലിൽ സ്വർപ്പൂര ചേരുവ ചുക്ക പിടിക്കണേ പൊന്നോ നാഥ. വിശ്വാസക്കപ്പലിൽ സ്വർപ്പൂര ചേരുവ ചുക്കാൻ പിടിക്കണേ പൊന്നോ നാഥ. ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനി കേശു മഹാരാജ സന്നിധിയിൽ. എന്നാത്മാവേ നിന്നിൽ ചാഞ്ചേലമേന്തി മഹായിൻ താഴ്വരെ യാത്രേതു. എന്നാത്മാവേ നിന്നിൽ ചാഞ്ചേലമേന്തി മഹായിൻ താഴ്വരെ യാത്രേത്. സിയോൻ പോരി തന്നിൽ വേഗം നമുക്കെത്തിട്ടാന കാണു നിർവീഴ്ത്തിടാമേ. സിയോൻ പോരി തന്നിൽ വേഗം
നമുക്കെത്തിട്ടാനന്ദ കണ്ണു വീഴ്ത്തിടാമേ ആനന്ദമോ ദേനിക്കാനന്ദമോ ദേനിക്കേശു മഹാരാജ സന്നിധിയിൽ കൂടാരവാസികളാകോ നമുക്കിന്നു വീടന്നോ നാടന്നോ ചൊൽവാനെന്ത് കൂടാരവാസികളാകോ നമുക്കിന്നു വീടന്നോ നാടന്നോ ചൊൽവാനെന്ത് കൈകളാൽ തീർക്കാത്ത വീടൊന്നു താതെന്താൻ മീതേ നാമോ കായി വെച്ചിട്ടുണ്ട് കൈകളാൽ തീർക്കാത്ത വീടൊന്നു താതെന്താൻ മീതേ നാമോ കായി വെച്ചിട്ടുണ്ട് ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ ഭാരം പ്രയാസങ്ങളേറും വനദേശത്താകൂലമാത്മാവിൽ വന്നിടുകിൽ ഭാരം പ്രയാസങ്ങളേറും വനദേശത്താകൂലമാത്മാവിൽ വന്നിടുകിൽ ഭാരം കരുണയുള്ളിശെന്നമോക്കായി ഏറ്റം കൃപ നൽകി പാലിച്ചിടും ഭാരം കരുണയുള്ളിശെന്നമോക്കായി ഏറ്റം കൃപ നൽകി പാലിച്ചിടും ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ കർത്താവേ നീ വേഗം വന്നിടണേ ഞങ്ങൾ കർത്താലിഷോണിയിൽ മഹാദുഃഖം കർത്താവേ നീ വേഗം വന്നിടണേ ഞങ്ങൾ കോർത്താലിഷോണിയിൽ മഹാദുഃഖം എന്നാലും മുഖം ശോഭയാതെ മൂലം സന്തോഷകാന്തി പൂടാനന്ദിക്കും എന്നാലും മുഖം ശോഭയാതെ മൂലം സന്തോഷകാന്തി പൂണ്ടാനന്ദിക്കും ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ നക്ഷത്രന്മാർ നില കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയാമം പോലെയും ആകുന്നു.
നാട്ടിൽ പോകും ഞാൻ എൻ്റെ നാട്ടിൽ പോകും ഞാൻ നാട്ടിൽ ചെന്നു
യേശുവേ വാഴ്ത്തേണമേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാണെന്നു ബാറയ്ക്കുമോ. കുഞ്ഞാട്ടിൻ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടാം. മഹത്വം രക്ഷകാ സ്തുതി നിനക്കുന്നു. മഹത്വം രക്ഷകാ സ്തുതി നിനക്കുന്നു. ചേറ്റിലെ നന്ദി വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സേ നാളെല്ലാം നന്ദിയോടാടി വണങ്ങുന്നു. നിന്നെ ഞാൻ ആയുസ്സേ നാളെല്ലാം നന്ദിയോടാടി വണങ്ങുന്നു. അർപ്പോടും നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. ഇങ്ങോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിനായി. ലഭിക്കും നിശ്ചയം എൻ വിരോധനിക്ക്. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. ലഭിക്കും നിശ്ചയം എൻ വിരോധനിക്ക്. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു. ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു. ദൂതന്മാരുടെ മധ്യത്തിൽ ഭാഗ്യകാലം ഓർക്കുമ്പോഴേനുള്ള തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജ
എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ വീരൂരേ കത്താഞ്ഞ ശുദ്ധനായി തീർന്നു കാഞ്ചാങ്കിലെ ശുദ്ധരേ കത്താഞ്ഞ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നു ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നു ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്തിരിക്കുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചാലും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയിരിക്കുന്നു. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ളവരോട് ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. മിസ്രയീം വേട്ടാതിൽ ഖേദിപ്പാനിലൊന്നും ആശ്വാസദേശമേ മുൻപിലുണ്ട്. മിസ്രയീം വേട്ടാതിൽ ഖേദിപ്പാനിലൊന്നും ആശ്വാസദേശമേ മുൻപിലുണ്ട്.
കൂടെയുണ്ട്. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോൻ കൂടെയുണ്ട്. മിദ്യാനിൽ മോശയ്ക്കു സങ്കേതമായവൻ ഹോറേബിൽ നിന്നവൻ കൂടെയുണ്ട്. മിദ്യാനിൽ മോശയ്ക്കു സങ്കേതമായവൻ ഹോറേബിൽ നിന്നവൻ കൂടെയുണ്ട്. ചെങ്കടൽ തീരത്തു മോശെയും കണ്ണുനീർ കണ്ടവനെന്നോടു കൂടെയുണ്ട്. ചെങ്കടൽ തീരത്തു മോശെയും കണ്ണുനീർ കണ്ടവനെന്നോടു കൂടെയുണ്ട്. പാറയിൽ നിന്നുള്ള ശുദ്ധ ജലം കൊണ്ടു ദാഹം ശമിപ്പിച്ചോൻ കൂടെയുണ്ട്. പാറയിൽ നിന്നുള്ള ശുദ്ധ ജലം കൊണ്ടു ദാഹം ശമിപ്പിച്ചോൻ കൂടെയുണ്ട്. സ്വർഗീയമന്യായെ കൊണ്ടു തന്ദാസരെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. സ്വർഗീയമന്യായെ കൊണ്ടു തന്ദാസരെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. നൂറായിരം ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. നൂറായിരം ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. എരിഹോ മതിലുകൾ തട്ടി തകർത്തവൻ യോർദാൻ വറ്റിച്ചവൻ കൂടെയുണ്ട്. എരിഹോ മതിലുകൾ തട്ടി തകർത്തവൻ യോർദാൻ വറ്റിച്ചവൻ കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിലുള്ള സകലകാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലയിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാനൊരു കാലം, ആലിംഗനം ചെയ്യുവാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം.
സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദോഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനം ഒരു കാലമുണ്ട്. പ്രയത്നിക്കുന്നതിന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലോ അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയെ മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടൊന്നും ചെയ്യുന്ന പ്രവൃത്തി ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നു കുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ട് സുഖം അനുഭവിക്കുന്നു ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടെ ഒന്ന് കൂട്ടുവാനും അതിൽ നിന്നൊന്ന് കുറപ്പാനും കഴിയുന്നല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളതും പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകാനുള്ളതും മുമ്പ് ഉണ്ടായിരുന്നു തന്നെ. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെ ഞാൻ സൂര്യനിലെ ന്യായത്തിൻ്റെ സ്ഥലത്ത് ന്യായം കേട്ടു, നീതിയുടെ സ്ഥലത്തെ നീതിയേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെ ദുഷ്ടനെ ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ ദൈവം ഒരു ചോദന കഴിക്കേണ്ടതിന്. തങ്ങൾ മൃഗങ്ങൾ മാത്രം എന്നവർ കാണേണ്ടത് തന്നെ. മനുഷ്യർക്ക് ഭാവിക്കുന്നു, മൃഗങ്ങൾക്ക് ഭാവിക്കുന്നു, രണ്ടിനും ഗതിയൊന്നു തന്നെ. അത് മരിക്കുന്നോലും അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല. സകലവുമായല്ലോ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീർന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ടോ ഭൂമിയിലേക്ക് പോകുന്നതോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളെ സന്തോഷിക്കുന്നല്ലാതെ മറ്റൊരു നന്മയുമില്ല ഞാൻ കണ്ടു. അത് തന്നെ അവൻ്റെ ഓഹരി. തൻ്റെ ശേഷം ഉണ്ടാകാനിരിക്കുന്നു കാണുവാൻ അവനെ മടക്കി വരുത്തും. ദൈവമേശനക്ക് യോഗ്യമാണെന്ന് പാറയ്ക്കുമോ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കൊണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ.
വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. കരയും കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും പങ്കിയും നൽകുന്നവേ. കരയും കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും പങ്കിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. കോടാകോടി ഗോളമെല്ലാം പടച്ചവനെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. കോടാകോടി ഗോളമെല്ലാം പടച്ചവനെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. ഒക്കെയുമാനന്ദകാരണൻ ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. സൃഷ്ടികൾക്കൊക്കെയുമാനന്ദകാരണൻ ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടും നാൾ. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടും നാൾ. ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിലുല്ലാസമായി ബഹുകാലം വാഴ. ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. അന്യൻ പരദേശിയെന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. അന്യൻ പരദേശിയെന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായ കർത്താവിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു.
എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. കുരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് ആകുന്നു പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടേണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാരെന്ന് വരികിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി